അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പിന്നെ ഇവിടെ ഒരു കൊച്ചുകുട്ടി ഇവിടെയൊക്കെ പറന്ന് കിടക്കുന്നുണ്ടായിരുന്നു. നിധി എന്നാണ് പേര്. പ്ലീസ് സ്റ്റാൻഡപ്പ്. ഈ അപ്പൂമ്മരെല്ലാം കാണട്ടെ. പറഞ്ഞാൽ കേൾക്കുന്നതല്ല, എന്നാലും അതെ 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 വന്നു കഴിഞ്ഞു. ഭയങ്കര ഗ്ലാമറാകട്ടെ. പാടുമില്ല, ഭരതനാട്യം പഠിക്കുന്നുണ്ട്. പക്ഷെ ഈ വേദിയിലൊന്നും കളിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. വലിയ വേദിയിലേക്ക് പറ്റത്തുള്ളൂ. സൂര്യയുടെ അങ്ങനെയുള്ള വേദിയിലൊക്കെ കളിക്കാമെന്ന് പറഞ്ഞു. ഇല്ലേ, ഈ അപ്പൂപ്പനോട് പറഞ്ഞോളൂ, ഫാക്റ്റാണ്. പിന്നെ നമ്മുടെ ഇതിൽ ഗായകര് പലരും വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്ഥിരം വരുന്ന വ്യത്യസ്തരായ, നമ്മളെക്കാളും വ്യത്യസ്തരായ ആൾക്കാർ ഒന്ന് രണ്ട്. ഹസൻ വരാമെന്ന് പറഞ്ഞു, 7 കുടുംബോടികളുടെ അധിപൻ, ഉടമ. അദ്ദേഹം ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അത് എല്ലാവരും വായിക്കണം. നമ്മുടെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുത്താൽ അത്രയും ഒരു വലിയൊരു എക്സ്പീരിയൻസ് കുട്ടികൾക്ക് വളരെ ഒരു മോട്ടിവേഷണൽ പുസ്തകമാണെന്ന് പറഞ്ഞ് അത് പോട്ടെ. പിന്നെ നമ്മുടെ ഇന്റർനാഷണൽ ബോക്സിംഗ് താരം KC ലേഖ വന്നിട്ടുണ്ട്. KC ലേഖ ഇപ്പോൾ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വിട്ട് കുട്ടികളെ പഠിപ്പിക്കുകയും അവരുടെ ഈ ലേഖയ്ക്ക് പണ്ട് കിട്ടിയത് മതിയാകാത്തത് കൊണ്ട് അവരുടെ മുഖത്തെല്ലാം കിട്ടുന്ന ഒരു രീതിയിലേക്ക് ലേഖ മാറിക്കഴിഞ്ഞു. നമ്മുടെ കയ്യിൽ നിന്നൊക്കെ പോയി. അപ്പം അങ്ങനെ ചില വ്യത്യസ്തരായ ആളുകൾ ഉള്ളത് കൊണ്ടാണ്. ഡിപ്പാർട്ട്മെന്റിലൊക്കെ തന്നെയാണ്, പക്ഷേ വല്ലപ്പോഴൊക്കെ വരും അവിടെ. വളരെ ഒരുപാട് വേദികളിൽ ലേഖയുടെ നമ്മുടെ ആ പ്രൊഫൈൽ നോക്കിയത് അറിയാം. ലേഖ ഇന്ന് വളരെ 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 ഉയർന്ന ഒരു നിലവാരത്തിലാണ്. അതിന് നമുക്ക് വളരെയധികം അഭിമാനമുണ്ട്. ഇന്ത്യയുടെ ഞാനിവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞത്, നമ്മൾ വ്യത്യസ്തരെന്ന് പറയാൻ ബാക്കിയൊക്കെ നമ്മളെയൊക്കെ പോലുള്ള സാധാരണ ആളുകളാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. പിന്നെ വ്യത്യസ്തരെന്ന് പറയാൻ ഇപ്പോൾ നമ്മുടെ സാറ് പറഞ്ഞതേ, ഈ വന്നതിന് ഏറ്റവും സീനിയർ പ്രായം കൊണ്ട് കമലം മേഡമാണ്. തൊട്ട് ഞാനാണ്, രവീന്ദ്രനാഥ് സാറാണെന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ അംഗീകരിക്കണം. കാരണം പ്രായം പറയുന്നത് ശരിയല്ല, പക്ഷേ മാഡമാണ് ഏറ്റവും സീനിയർ മോസ്റ്റ്. 1999 സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തെന്ന് കുറച്ച് നേരത്തെ എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാനത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ പ്രായം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കണക്കൂട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞാണ് സാറ്. അപ്പം നമുക്ക് പാട്ട് പാടാൻ നേരിട്ടുള്ള കുറച്ച് പേരുണ്ട്. അതിൽ നിതാകുമാരിയാണ് എല്ലാത്തിനും പാട്ട് ഉദ്ഘാടനം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പ്രമീള പാടും. പ്രമീളയോട് സംസാരിക്കും. ഇതെല്ലാം നമ്മൾ ഷെഡ്യൂൾ ചെയ്ത പരിപാടിയാണ്. ഇതിനകത്ത് കയറി ഇടപെടരുത് പ്ലീസ് മാഡം.